വയോജനങ്ങൾക്കും കുട്ടികൾക്കും പൊതുവെ പിടിപെടാൻ സാധ്യതയുള്ള രോഗങ്ങളും അവയ്ക്കുള്ള പ്രതിവിധിയുമായി എത്തുന്നു ഡോക്ടേഴ്സ് വ്യൂ. ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് സ്റ്റെം സെല്ലിനെ പറ്റിയും സ്റ്റെം സെൽ കളക്ഷനെ പറ്റിയുമാണ്. ശാസ്ത്രലോകം ഇത്രയേറെ വളർന്നിട്ടും ഇന്നും സ്റ്റെം സെൽ എന്താണെന്നും സ്റ്റെം സെൽ കളക്ഷനെ പറ്റിയും പലർക്കും പൂർണ്ണമായ അറിവില്ല. പല ഗർഭിണികൾക്കും അതിനെപ്പറ്റി എപ്പോഴും സംശയമാണ്. ഇതാ കേൾക്കൂ ഒരു ഗർഭിണിയുടെ സംശയം. ഞാൻ ഏകദേശം 9 മാസം ഗർഭിണിയാണ്. എൻ്റെ കുഞ്ഞിൻ്റെ സ്റ്റെം സെൽസ് ശേഖരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ജനന സമയത്താണ് പൊക്കിൾക്കൊടിയിൽ നിന്ന് ഇത് ശേഖരിക്കുന്നതെന്ന് കേട്ടു. ഇതുകൊണ്ട് എനിക്കോ കുഞ്ഞിനോ എന്തെങ്കിലും ദോഷഫലമുണ്ടാകുകയോ കൂടുതൽ രക്തം പോവുകയോ ചെയ്യുമോ? ആ സമയത്ത് കൂടുതൽ രക്തം കുട്ടിയുടെയോ എൻ്റെയോ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടോ? 9 മാസത്തോളം നിങ്ങളുടെ ഗർഭപാത്രത്തിൽ കുഞ്ഞിനെ പോഷകാഹാരം നൽകി പരിപോഷിപ്പിക്കുന്ന ഈ പൊക്കിൾക്കൊടി കുഞ്ഞിന് ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന 75 തരം ഗുരുതരമായ രോഗങ്ങളുടെ സംരക്ഷണത്തിന് കഴിവുള്ളതാണ്. രക്തവും പൊക്കിൾക്കൊടിയിലെ കോശങ്ങളും ദ്രുതഗതിയിൽ വളരാൻ കഴിയുന്ന ഒന്നാണെന്ന് ശാസ്ത്രലോകം ഇന്ന് കണ്ടുപിടിച്ചിരിക്കുന്നു. ബ്ലഡിലെ രക്താണുക്കൾ, ശ്വേതാണുക്കൾ, പ്ലേറ്റ്ലെറ്റുകൾ ഇവയെല്ലാം ഉണ്ടാക്കാവുന്ന സ്റ്റെം സെൽസ് ഈ പൊക്കിൾക്കൊടിയിലുണ്ട്. കൂടാതെ മറ്റു കലകളോടൊപ്പം ചേർന്ന് മറ്റു പല അവയവങ്ങളായി മാറാനുള്ള കഴിവും ഈ സ്റ്റെം സെല്ലിന് ശാസ്ത്രലോകം ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നു. ഏകദേശം 70 ബ്ലഡ് റിലേറ്റഡ് ഡിസീസ് ഇന്ന് നമ്മൾ സ്റ്റെം സെൽസ് കൊണ്ട് ചികിത്സിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഉദാഹരണമായി രക്തസംബന്ധമായ ക്യാൻസറുകൾ, ലുക്കീമിയ, ലിംഫോമ, കൂടാതെ ചില പ്രത്യേകതരം അനീമിയ, എപ്ലാസ്റ്റിക് അനീമിയ, ജനിത രോഗങ്ങളായ താലസീമിയ, അരിവാൾ രോഗം, അതായത് സിക്കിൾ സെൽ അനീമിയ, ഇതിനെല്ലാം ഫലപ്രദമായ ചികിത്സ ഇന്ന് ഈ സ്റ്റെം സെല്ലിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. പൊക്കിൾക്കൊടി രക്തം എടുക്കുന്നത് കുഞ്ഞ് ജനിച്ച ശേഷമായതുകൊണ്ട് കുഞ്ഞിന് ആ രക്തം അല്പം പോലും നഷ്ടപ്പെടുന്നില്ല. മാത്രമല്ല ഈ സമയത്ത് അമ്മയുടെ ബ്ലഡും എടുക്കേണ്ടതുണ്ട്. പൂർണ്ണ ആരോഗ്യമുള്ള അമ്മയ്ക്കും കുഞ്ഞിനും ഈ കോഡ് ബ്ലഡും അമ്മയുടെയും കുഞ്ഞിനെയും എടുക്കുന്നതുകൊണ്ട് യാതൊരുവിധ ദോഷങ്ങളും ആരോഗ്യത്തിന് സംഭവിക്കുകയില്ല. വിലയേറിയ ഈ വിത്തുകോശങ്ങൾ ജനന സമയത്ത് മാത്രമേ എടുക്കാവുള്ളൂ. അതായത് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സംഭരിക്കാവുന്ന ഒരു പ്രക്രിയയാണ് ഈ സ്റ്റെം സെൽ കളക്ഷൻ. നിങ്ങളുടെ വിത്തുകോശം കുഞ്ഞിന് എടുക്കുന്നതുകൊണ്ട് കുഞ്ഞിന് മാത്രമല്ല അതിൻ്റെ സഹോദരങ്ങൾക്കും രക്തസംബന്ധമായും മജ്ജസംബന്ധമായുമുള്ള രോഗങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടുത്താവുന്നതാണ്. പ്രസവ സമയത്ത് ഉപേക്ഷിക്കുന്ന ഈ പ്ലാസൻ്റയും എന്ന മറുകുട്ടിയും പൊക്കിൾക്കൊടിയും ശേഖരിച്ച് ഇതുപോലെ സ്റ്റെം സെൽ സൂക്ഷിക്കാമെന്നും ഈ ചികിത്സ നടത്താമെന്നും ശാസ്ത്രലോകം കണ്ടുപിടിച്ചത് 1982 ഫ്രാൻസ്കോണിയ എന്ന ഒരു പ്രത്യേകതരം അനീമിയയ്ക്കാണ് ഈ പൊക്കിൾക്കൊടി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആദ്യമായി നടന്നത്. അതും 1988. 2 തരം കോഡ് ബ്ലഡ് ബാങ്കിങ് ഉണ്ട്. ഈ എടുക്കുന്ന ബ്ലഡ് 2 ബാങ്കുകളിൽ നിക്ഷേപിക്കാം. ഒന്ന് പ്രൈവറ്റ് ബ്ലഡ് ബാങ്കിങ്. പ്രൈവറ്റ് ബ്ലഡ് ബാങ്കിങ്ങിൽ കോഡ് ബ്ലഡ് നിക്ഷേപിക്കുമ്പോൾ ആ ഫാമിലിക്കാർ ഒരു നിശ്ചിത തുക അവരാവശ്യപ്പെടുന്നത് കൊടുക്കേണ്ടതുണ്ട്. അത് അവർക്കായി സൂക്ഷിക്കുകയും അവർക്കും അവരുടെ സഹോദരങ്ങൾക്കും സംബന്ധിച്ച അസുഖങ്ങളോ മജ്ജമാറ്റിക്കൽ ശസ്ത്രക്രിയയോ നടക്കുകയാണെങ്കിൽ അത് അവർക്ക് കൊടുക്കുന്നതാണ്. ആദ്യത്തെ കുട്ടിക്ക് രക്തസംബന്ധമായ രോഗം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അന്ന് കളക്ഷൻ നടന്നിട്ടില്ലെങ്കിൽ രണ്ടാമത്തെ കുട്ടിയെ ഉടനെ പ്രസവിക്കുകയാണെങ്കിൽ ആ കുട്ടിയിൽ നിന്നും ഇതുപോലെ സ്റ്റെം സെൽ കളക്ഷൻ ചെയ്ത് ആണ്. ഉദാഹരണമായി താലസീമിയ എന്ന ഒരു രോഗത്തിന് ചെന്നൈയിൽ അതിൻ്റെ സഹോദരി താമരഭരണി എന്നാണ് ഈ കുട്ടിയുടെ പേര്. ഈ കുട്ടിക്ക് 4 വയസ്സിൽ അതിന് താലസീമിയ സ്ഥിരീകരിച്ചു. അപ്പോൾ അതിൻ്റെ അമ്മ പൂർണ്ണ ഗർഭിണിയായിരുന്നു. ഈ കുട്ടി അനിയനെ പ്രസവിച്ചു. ആ കുട്ടിയിൽ നിന്നുള്ള മജ്ജയും സ്റ്റെം സെൽ കോഡ് ബ്ലഡും സംഭരിച്ച് ഈ കുട്ടിയെ ചികിത്സിച്ച് ഇപ്പോൾ അവൾക്ക് 8 വയസ്സുണ്ട്. അവൾ പൂർണ്ണ ആരോഗ്യവതിയാണ്. ഇതുപോലെ പബ്ലിക് ഹെൽത്ത് ബാങ്കിങ്ങും ഉണ്ട്. പബ്ലിക് ഹെൽത്ത് ബാങ്കിങ് ഫാമിലിയിൽ നിന്ന്
ഉള്ള ഈ ബ്ലഡ് ബാങ്കുകാർ സ്വീകരിക്കും. അതായത് നമ്മൾ സാധാരണ രക്തം ശേഖരിക്കുന്ന പോലെ ബാങ്കുകാർ ആ സ്റ്റെം സെല്ലും കോഡ് ബ്ലഡും സൂക്ഷിച്ചു വയ്ക്കും. അത് ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. HLA കോമ്പാറ്റബിലിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞ് അത് ബ്ലഡ് സ്റ്റെം സെൽ എടുക്കുന്ന ആളുടെയും ഡോണറിൻ്റെയും റിസിപ്പിയൻറ്റിൻ്റെയും നോക്കി മാച്ച് ചെയ്യുന്നവർക്ക് കൊടുക്കുകയാണ് പതിവ്. അതിനും ഇപ്പോൾ ഫലപ്രദമായ ചികിത്സ കണ്ടുപിടിച്ചിട്ടുണ്ട്. വിഘ്നേശ്വരൻ എന്ന ഒരു ബോയ്, ഇവൻ 11th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ അവന് ലൂക്കീമിയ സ്ഥിരീകരിച്ചു. അവന് പല ചികിത്സകൾ നൽകിയിട്ടും അവന് ഈ മജ്ജമാറ്റികൾ ശസ്ത്രക്രിയ നടത്തി. 2 വർഷം കൊണ്ട് അവൻ സുഖപ്പെട്ടു. ഇപ്പോൾ അവൻ ഫൈനൽ ഇയർ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റാണ്. പബ്ലിക് കോഡ് ബ്ലഡ് ബാങ്കിൽ കൊടുത്ത ബ്ലഡ് ഫാമിലിക്കാർക്ക് അത്യാവശ്യമെന്ന് വന്നാൽ അവർക്ക് കൺട്രോൾ പ്രൈസിൽ കൊടുക്കാറുണ്ട്. പബ്ലിക് കോഡ് ബ്ലഡ് ബാങ്കിങ് ശേഖരിക്കുന്ന രക്തം സമൂഹത്തിന് വളരെയേറെ പ്രയോജനം ചെയ്യുന്നതുകൊണ്ട് പബ്ലിക് ഹെൽത്ത് ബാങ്കിങ് ആണ് നമ്മൾ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യാറ്. കറൻ്റ്ലി 60% കുട്ടികളിലും താലസീമിയ, ലൂക്കീമിയ തുടങ്ങിയ രോഗങ്ങൾക്ക് ശമനം വരുത്തുവാൻ ഈ സ്റ്റെം സെൽ ചികിത്സ ഫലപ്രദമായി കണ്ടുവരുന്നു. പിന്നെ എല്ലാ കാര്യങ്ങളിലും ഈ സ്റ്റെം സെൽ ഉപയോഗമെന്ന് പറയുന്നത് അർത്ഥമില്ല. സ്റ്റെം സെല്ലിന് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട്. അതായത് ജനറ്റിക് ഡിസീസസ് പോലുള്ള ഈ ജനറ്റിക് ഡിസീസസിനും ഇൻബോൺ എറേഴ്സ് ഓഫ് മെറ്റാബോളിസം, ഇതിലൊന്നും ഈ സ്റ്റെം സെൽ ഉപയോഗപ്പെടുത്താൻ പറ്റുകയില്ല. അതുപോലെ ന്യൂബോൺ ചൈൽഡിന് അഡൽട്ട്ഹുഡ് ലൂക്കീമിയ വന്നാലും സ്റ്റെം സെൽസ് ഫലപ്രദമായി ചികിത്സ തരുമെന്ന് പറയാനാവില്ല. പിന്നെ അതുകൂടാതെ കുട്ടിയുടെ ബ്ലഡ് കോഡ് ബ്ലഡിൻ്റെ എടുക്കുന്ന കഴിഞ്ഞ് കുട്ടിയുടെ ഭാരം കൂടി 40 കൂടിയാലും ഈ സ്റ്റെം സെല്ലിൻ്റെ ചികിത്സ ഫലപ്രദമായെന്ന് വരില്ല. അതുപോലെ ട്വിൻ ബേബീസിന്, പ്രിമച്ചർ ബേബീസിനും ഈ സ്റ്റെം സെൽ എടുക്കാൻ നമ്മൾ നിർബന്ധിക്കാറില്ല. പിന്നെ കോഡ് ബ്ലഡ് എടുക്കുന്ന വിധം, ആദ്യം കോഡ് ബ്ലഡ് നല്ലപോലെ ക്ലീൻ ചെയ്ത് വളരെ സ്റ്റെറൈലാക്കിയ ശേഷം ആദ്യം ബ്ലഡ് എടുക്കുക. അതിനുശേഷം ഒരു 15 സെൻറ്റിമീറ്റർ കോഡ് എടുത്ത് അത് ഈക്വൽ സ്ലൈസ് ചെയ്ത് അതിൻ്റെ അവർ തരുന്ന കിറ്റ് ബോക്സിലിടണം. എന്നിട്ട് അത് സ്റ്റെറൈലായി ഹീറ്റ് തട്ടാതെ കൂൾ ആൻഡ് ഡ്രൈ പ്ലേസിൽ വെക്കണം. അതുപോലെ അമ്മയുടെ മെറ്റേണൽ ബ്ലഡും അവർ തരുന്ന 4 വയൽ ട്യൂബിൽ ബ്ലഡ് എടുക്കണം. ഈ കൊടുക്കുന്ന മറുകുട്ടിയിൽ നിന്ന് ഇവിടെ ക്ലാമ്പ് ചെയ്ത് ആദ്യം ബ്ലഡ് എടുക്കുന്നു. പിന്നീട് അതിൻ്റെ ഒരു 15 സെൻറ്റിമീറ്റർ കോഡ് എടുത്തിട്ട് അത് 15 സ്ലൈസ് ഈക്വലായിട്ട് എഴുതിയിട്ട് അത് അവർ തരുന്ന ബോക്സിൽ സ്റ്റെറൈലായിട്ടിടും. ഇതുപോലുള്ള 4 ബോട്ടിലിൽ അമ്മയുടെ ബ്ലഡ് കളക്ട് ചെയ്ത് അതും പിന്നെ അവർ തരുന്ന കിറ്റിലിടുന്നുണ്ട്. ഇതെല്ലാം കോർക്ക് നല്ലപോലെ അടഞ്ഞിട്ടുണ്ടോ എന്നും സീൽ ചെയ്ത് ഉടനെ തന്നെ ബോക്സിൽ സൂക്ഷിക്കേണ്ടതാണ്. ഇതിനായി പ്രസവ തീയതി അടുക്കുമ്പോൾ തന്നെ ബാങ്കുമാരും കോണ്ടാക്ട് ചെയ്ത് ഈ കിറ്റുകൾ വാങ്ങിച്ച് ഹോസ്പിറ്റലിൽ സൂക്ഷിക്കണം. ജനന സമയത്ത് എടുക്കുന്ന ഈ ബ്ലഡും ഈ സ്റ്റെം സെൽസും 48 മണിക്കൂറിൽ ലാബിലെത്തിക്കണം. പൊക്കിൾക്കൊടി രക്തബാങ്ക് പൊതുബാങ്കുകളും സ്വകാര്യ ബാങ്കുകളും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൽ സ്വകാര്യ ബാങ്കിലെ ഇത് അവരുടെ ഫാമിലിക്ക് മാത്രമുള്ളതായതുകൊണ്ട് അവർ ഈടാക്കുന്ന പൈസ അവർക്ക് 20 വർഷത്തോളം അടയ്ക്കേണ്ടി വരും. പൊതു ബാങ്കിലുള്ള ആണെങ്കിൽ അതിനെ പൈസ ഈടാക്കണ്ട. ചെന്നൈയിൽ ഇപ്പോൾ ജീവൻ ബാങ്കാണ് നമുക്ക് പൊതു ബാങ്കായി പ്രവർത്തിക്കുന്നത്. അമേരിക്കൻ കോളേജ് ഓഫ് ഒബ്സ്റ്ററ്റിക് ആൻഡ് ഗൈനക് സൊസൈറ്റിയും അമേരിക്കൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സും ഈ പബ്ലിക് ഹെൽത്ത് ബാങ്കിനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. എന്തെന്നാൽ എല്ലാവർക്കും സമൂഹത്തിൽ ഈ ബാങ്കിൽ നിന്ന് സ്റ്റെം സെൽ കിട്ടുമെന്നുള്ളത് തന്നെ. ഇപ്പോൾ പുതിയതായി ഇതിൽ നിന്നുള്ള MEC സെൽസ്, അതായത് മീസൻകൈമൽ സെൽസ് ഈ എടുത്ത ഇമ്മ്യൂൺ സിസ്റ്റം മോഡുലേറ്റ് ചെയ്ത് phase 3 ട്രയൽസ് ഈ അമേരിക്കയിൽ നടക്കുകയാണ്. അത് ഫലപ്രദമായാൽ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്, ഡയബറ്റീസ്, ഇന്ന് കാണുന്ന മസ്കുലർ ഡിസ്ട്രോഫി മുതലായവയ്ക്കും ഈ സ്റ്റെം സെൽ ഉപയോഗിക്കാമെന്ന് കണ്ടുപിടിച്ചിരിക്കുന്നു.